അത്രമേൽ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കിക്കൊണ്ടേയിരുന്നു അവർ. ആ മുഖം കാണുമ്പോൾ എല്ലാം മറന്നുപോയി അവർ. ആ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി ജീവിതത്തിന്റെ സകലമായ ഏർപ്പാടുകളെയും ഒഴിവാക്കിയിട്ട് വന്നു നിന്നു അവർ. അപ്പോഴാണ് ഒരാളോട് ചോദിച്ചത്, ശോഷിച്ചു പോകുന്നുണ്ടല്ലോ, ക്ഷീണിച്ചു പോകുന്നുണ്ടല്ലോ, എന്തേ ഇങ്ങനെ ഒരു ക്ഷീണത്തിന്റെ കാരണം? അപ്പോഴാണ് അയാൾ പറഞ്ഞു, നബിയെ, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങയോടാണ്. വീട്ടിലേക്ക് പോയാലും ഓർമ്മകൾ ഇങ്ങോട്ടെത്തിക്കും. ജീവിതത്തിന്റെ മറ്റു പ്രാരാബ്ദങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചാലും അതിനേക്കാളും ഈ മുഖം കാണാൻ ആഗ്രഹിച്ചു പോകും. ഇവിടേക്ക് വന്നാൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ റസൂൽ ഇങ്ങനെ മൗനമായി നിന്നു. പ്രണയത്തിന്റെ ആ വല്ലാത്ത വാക്കുകൾ കേട്ട് പുണ്യനബി നിൽക്കുമ്പോൾ അയാൾ പറയാൻ തുടങ്ങി, നബിയെ, മരിച്ചു പോയാലോ, മരിച്ചിട്ട് സ്വർഗം കിട്ടിയാലോ, എനിക്ക് ആ സ്വർഗത്തിന് പോലും ഒരു അരുചി തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങ് ഉന്നതമായ സ്വർഗ സോപാനങ്ങളിൽ ഇരിക്കവേ എനിക്കെവിടെയോ സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു മൂലയിലാണ് സ്ഥാനം കിട്ടുന്നതെങ്കിൽ പിന്നെ സ്വർഗം കിട്ടിയിട്ട് പോലും എന്താണ് സൗഭാഗ്യ കാര്യം എന്ന് ചോദിച്ചു ഒരാൾ. മറുപടി പറയാൻ പുണ്യനബിക്ക് കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, അല്ല, ആ പ്രണയത്തിന് അവരുടെ കൂടെ തന്നെ ഇരിക്കാനാകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. Download ShareChat.